മേടമാസത്തിലെ ചൂടുള്ള ദിവസങ്ങളിലൊന്നിൽ ചാത്തന്മലക്കാരുടെ കുരിശുപള്ളി മുത്തപ്പൻ്റെ പെരുന്നാൾ വരും. അധികം ആളുകളൊന്നും ഉണ്ടാകില്ല. ഇടവക പള്ളിയിൽ നിന്നും രണ്ടാമത്തെ കുർബാനയ്ക്കുള്ള കുറച്ചാളുകൾ വരും. പിന്നെ നാട്ടുകാരും. ചെറിയൊരു പ്രദക്ഷിണം, 3-4 ചെണ്ടക്കാർ, കുർബാനയ്ക്ക് മുമ്പും കഴിഞ്ഞും കതിനവെടി, മാലപ്പടക്കം, ചെറിയ ഗായക സംഘം, കോഴിലേലം, ഉഴുന്നാടവള്ളി, മലബാർ മിഠായി, പിന്നെ കോലൈസും. നാളെയാണ് ഇക്കൊല്ലത്തെ പെരുന്നാൾ. തോട്ടിൻപുറത്ത് പാപ്പൻ ചേട്ടനാണ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ നടത്തിപ്പുകാരൻ. പാപ്പൻ്റെ മകൻ ജോജോയും കൂട്ടുകാരും പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ കാത്തിരിക്കുകയാണ്. അമ്മച്ചി, ഞാൻ പള്ളിയിലോട്ട് പോവാട്ടോ. വേഗം വന്നേക്കണം കേട്ടോ. അവിടെ കളിച്ചോണ്ടൊന്നും നിന്നേക്കല്ലേ. നിന്റെ അപ്പന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. എന്നെ പറയിപ്പിച്ചേക്കല്ലേ. ഗ്രേസിയേ, ഓ, പണികളെല്ലാം തീർന്നോടി? പണിയൊന്നും കഴിഞ്ഞില്ലെന്നേ. നിന്റെ ചെറുക്കൻ എങ്ങോട്ടാടി ചാടി തുള്ളി പോണത്? അവന്റെ കൂട്ടുകാരല്ലേ പള്ളിപ്പെരുന്നാൾ നടത്തുന്നേ, അതിന്റെ സന്തോഷത്തിൽ പോയതായിരിക്കും. ആണോ? എന്തൊരു പുകച്ചിലല്ലേ. അതെ അതെ, മഴയിട്ട് പെയിനും ഇല്ല, ഒരു തുള്ളി വെള്ളവും ഇല്ല കിണറ്റിനകത്ത്. വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുള്ളതാ, ഞാൻ പോയേക്കുവാ. എല്ലാ ദിവസവും മൂടി കെട്ടി വരുമ്പോ ഓർക്കും ഇപ്പൊ പെയ്യൂന്ന്. ആവി കാരണം മനുഷ്യനിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഈ വർഷത്തെ പെരുന്നാൾ നമ്മൾ അടിച്ചു പൊളിക്കും. നിന്റെ അപ്പം വരുന്നു. പാപ്പൻ ചേട്ടൻ നാളത്തേക്കുള്ള വെടിക്കെട്ടിനുള്ള പടക്കങ്ങളെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ടോ? എന്താ പിള്ളേരെ, ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും തോരണങ്ങളൊക്കെ തികയാതെ വരുമോ? തികയത്തില്ലേ? നീ അഥവാ തികഞ്ഞില്ലേ പറഞ്ഞാ മതി കേട്ടോ. നമുക്ക് ശരിയാക്കാം, നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടേച്ചും വരാം. എന്തി എല്ലാരും, ബാക്കിയുള്ളവരും എത്തിയില്ലേ? ഇല്ല, എല്ലാരും വരുന്നുണ്ടോ? നടക്കട്ടെ നടക്കട്ടെ. എടാ, നാളെ 4 മണിക്ക് എന്റെ വീട്ടിൽ TV കാണാൻ വരുന്നുണ്ട്. മമ്മൂട്ടിയുടെയും റഹ്മാന്റെയും പട. കറണ്ട് പോവാതിരുന്ന ഭാഗ്യം. ഞാനൊന്നുമില്ല, ഞാൻ പാപ്പുച്ചാന്റെ വീട്ടിൽ TV കാണാൻ പൊക്കോളാം. ഓ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ വലിയ രസമൊന്നുമില്ല. ജോജോന്റെ കളർ TVയിലാണെങ്കിൽ ഗ്രെയിൻസ് ഒന്നും ഉണ്ടാവൂല. എടാ, ഈ തോരനെല്ലാം കെട്ടുപിടിഞ്ഞ് കിടക്കുകയാണല്ലോ. എടാ, അത് കുഴപ്പമില്ല, അത് നമുക്ക് പതിയെ കെട്ടടിക്കാം. എടാ ജോജോ, ഇതിലേക്കൊന്ന് പശ വെച്ചാടാ. ആടാ, ഞാൻ പശ. എടാ ജോജോയ്, മക്കളെ, പപ്പ തോരണം വാങ്ങി വെച്ചിട്ടുണ്ട് വീട്ടില്. അപ്പൊ അത് പോയി എടുത്തോണ്ട് വാ. മോൻ ഒറ്റയ്ക്ക് പോകണ്ട, ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോക്കോ. അജോയ്, നീ കൂടെ ചെല്ലു കേട്ടോ. വരുമ്പോ ആ മാൻഡിലും കൂടെ എടുത്തോ കേട്ടോ. അത് വാങ്ങി വെച്ചിട്ടുണ്ട്, വൈകണ്ട, വേഗം പോയിട്ട് വായോ. വാടാ, നമുക്ക് ആ ടോർച്ച് എടുത്തിട്ട് പോടാ. എടാ ജോജോ, നമ്മുടെ പള്ളിയിലും ക്യൂസ് പുണ്യാണല്ല, മുതലക്കോടത്തെ പള്ളിയിലും ക്യൂസ് പുണ്യാണല്ല. നമ്മുടെ പള്ളിയിൽ പെരുന്നാളിന് വെടിക്കെട്ടൂല, ബാൻഡ് മേളമല്ല. മുതലക്കോടത്തെ പള്ളിയിൽ എന്തോരം ആളാടാവേ. എടാ, അതെ, മുതലക്കൊടുത്ത മുത്തപ്പനാ ശക്തി കൂടുതൽ. അവിടുത്തെ മുത്തപ്പൻ്റെ തലയിൽ കിരീടം, നമ്മുടെ മുത്തപ്പൻ്റെ തലയിലോ ചട്ടിത്തുപ്പി. എടാ, നമ്മുടെ മുത്തപ്പനുണ്ടാ ശക്തി. നമ്മുടെ മുത്തപ്പൻ്റെ അടയെ നേർച്ചിട്ട് തിരി കത്തിച്ചേട്ട എൻ്റെ അമ്മച്ചീൻ്റെ കാണാണ്ട് പോയ താലിമാല തിരിച്ചു കിട്ടിയിട്ടോ. അത് ശരിയാടാ, ഞങ്ങളുടെ വീട്ടിലെ റബ്ബർ ഷീറ്റ് കാണാണ്ട് പോയിട്ട് മുത്തപ്പന് നേർച്ചയിട്ട് 3-ാമത്തെ ദിവസം തന്നെ ആളെ പിടിച്ചു. എടാ, ഈ കണ്ടെത്തി കൂടെ എനിക്ക് രാത്രി തനിച്ചു പോകാൻ പേടിയൊന്നുമില്ലേടാ? എനിക്ക് പേടിയൊന്നുമില്ലടാ. രാത്രി കഴിഞ്ഞാൽ സഭാൻ്റെ പ്രേതം ഇറങ്ങി നടക്കുമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല. എടാ, ഈ സഭാൻ്റെ പ്രേതം ശരിക്കും ഉള്ളതാണോടാ? ഉള്ളാടാ, എൻ്റെ പപ്പയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. വെള്ള ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് ഈ കണ്ടം വരുമ്പത്ത് കൂടി ഇങ്ങനെ നടന്നു പോന്നു. ഡാ, നീ പേടിക്കണ്ട. സഭാനെ കാവൽമാക്കനച്ഛൻ പിടിച്ച് പാതാളക്കുഴിയിലിട്ട് കടുകെണ്ണം കൊടുത്തേക്കുക. ആ കുഴിയിലെ കടുക് മൊത്തം എണ്ണി തീർന്നാലേ സഭാന് ഇനി പുറത്തിറങ്ങാൻ പറ്റൂ. നാശം, ഈ കരണ്ട് വാങ്ങേണ്ട സമയം. ഈ കരണ്ട് എന്താ മക്കളെ? അപ്പച്ചൻ പറഞ്ഞ അലങ്കാര സാധനങ്ങള്.
ആ വാ എടുത്തു തരാം മക്കളെ. ചേട്ടായി ഒത്തിരി പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇനി പോണ്ട കേട്ടോ. അമ്മി നല്ല രാമോരം പുഴുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോനെ നീ ഇതും കൊണ്ട് പോയിക്കോ, അവൻ പിന്നെ വരും. നിനക്ക് പോവാൻ ഞാനൊരു വെട്ടം തരാം, ചിരട്ടയും മെഴുകുതിരിയും തരാം. മോനെ ഇവനൊരു ചിരട്ടയും മെഴുകുതിരിയും കൊടുക്ക്, അവൻ ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. ആ അടുപ്പേ കിടക്കുന്ന എന്തായോ. ചേട്ടൻ ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. എടാ നീ പെട്ടെന്ന് വരൂലേ? ആടാ. ഇതിപ്പോ വീട് വരെ എത്തുള്ളത് ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നേക്കാം. അയ്യോ സബാൻ, ഈശോയെ കുട്ടാപ്പി എനിക്ക് ഇത് ഞാനാ സിൻഡോപ്പിക്കണ്ണ. എനിക്കട കുട്ടാപ്പി, കുട്ടാപ്പി ഇത് ഞാനാ. എനിക്ക് ശല്യം പോയോ? ഞാനൊരു കല്യാണത്തിന് പോയതായിരുന്നു. വരണ വഴിക്ക് ചീനക്കുഴി ഷാപ്പിൽ നിന്ന് ഇത്തിരി പനങ്ങൾ കുടിച്ച് വയറിളക്കം പിടിച്ച് പേടിച്ചു പോയടാവേ. സാധാരണ ആയ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നേ. കടുക് മൊത്തം എന്നെണ്ണി തീർക്കാനാ. ഒരു കടുകെ തൊടുമ്പോ അടുത്ത കടുക് വീഴും. അച്ഛൻ സഭാനും മുട്ടം പണിയല്ലേ കൊടുത്തേക്കണേ. അതൊക്കെ നീ നോക്കി സിൻഡോപ്പി എന്നടാ ചെറുക്കിനെ പറ്റി? അതൊന്നും വീണതാ. തോട്ടിൽ വീണോ? ദൈവമേ, അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞോ സാധനങ്ങൾ. ഇവിടെയാ മാലിലൊക്കെ. ഓ ഇതിനകത്തുണ്ട്, നനഞ്ഞിട്ടില്ല. എന്നാ അവന്റെ കാലിന് പറ്റി? അത് ഒരു പണി, ഇവനെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ? പിള്ളേരെങ്ങ വന്നേ, വന്ന് ഇവന് വേം വീട്ടിൽ കൊണ്ടാക്കുക കേട്ടോ. വേം പൊക്കോ. പിന്നെ പോണ വഴിക്ക് അമ്മച്ചിയുടെ അമ്മച്ചിയുടെ അടുത്തുനിന്നേ ചൂട്ട് വാങ്ങിയിട്ട് പോയാൽ മതി കേട്ടോ. എന്താടാ, എന്ത് പറ്റിയടാ? സിൻഡോപ്പി പേടിപ്പിച്ചതാ. എന്നാടാ പറ്റിയേ? ഞങ്ങള് പോയേ. ആടാ നമുക്ക് പെട്ടെന്ന്. എന്താടാ പറ്റിയേ മോനെ? വേദന കുറഞ്ഞോടാ? അമ്മ കുഴമ്പിട്ട് തിരുമ്പി തരാട്ടോ. എടാ നല്ല ചക്കക്കുരുമാങ്ങക്കറിയാ, ഉപ്പുമാങ്ങ ചമ്മന്തിയുണ്ട്. വേഗം ഭക്ഷണം കഴിച്ചേ, കൈ കഴുകിയിട്ട്. നല്ല മോനല്ലേ, നമുക്ക് നാളെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകണ്ടല്ലേ. ക്ഷീണം മാറിയാലല്ലേ നമുക്ക് പോകാൻ പറ്റൂ. നല്ല മോനല്ലേ, വന്ന് കഴിച്ചേ. വാ കൈ കഴുകിയിട്ട് വരാം. വന്നേ, എഴുന്നേക്ക്. ചേട്ടൻ പള്ളിയിൽ പോണില്ലേ? ആ കൊച്ചിനെ ഒന്ന് വൈദ്യനെ കാണിക്കണ്ടേ? കറി വെക്കാനൊന്നും ഇല്ല. എന്റെ പോക്കറ്റിൽ കിടന്ന സാധനങ്ങളൊക്കെ അതാ രൂപപ്പൊടീന്റെ മുകളിൽ അങ്ങ് വിളിച്ചിട്ടുണ്ട്.
എടി ഗ്രേസി. ആ മോനെ, അമ്മച്ചി പള്ളി പോവാണേ. ഒക്കെ എടുത്ത് കഴിച്ചോണേ. എന്താ അമ്മച്ചി കഴിക്കാനുള്ളേ? കപ്പയും ഉണക്കമീൻ ഇടിച്ചതും ഉണ്ട്. കപ്പയും മീനിടിച്ചത് മാത്രമേ ഉള്ളോ? സാരല്ല, മോൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പല്ല് തേച്ച് ഇതൊക്കെ എടുത്ത് കഴിച്ചോണം കേട്ടോ. എന്നതാ ചാച്ചാ? ചാച്ചന്റെ പോക്കറ്റിൽ കിടന്ന ഡയറി സാധനങ്ങളൊക്കെ എവിടെയാടാ? അമ്മച്ചി ഇവിടെയാണല്ലോ വെച്ചത് ചാച്ചാ. എവിടെ? നീ ആ കട്ടിലിന്റെ അടിയിലൊക്കെ ഒന്ന് നോക്കിയടാ. എവിടെ കൊണ്ടുപോയി വെച്ചേക്കുക? ഇവിടെ എങ്ങും കാണുന്നില്ല. പുറത്തുള്ള പുണ്യാളന്റെ രൂപപ്പടിയിലൊന്ന് പോയി നോക്കിക്കേ ചാച്ചാ. ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കിയേ നീ. എടാ ഉണ്ണി, നീ പറഞ്ഞ 53. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അത് നിങ്ങൾക്കാണെന്ന്. എന്റെ പുണ്യാളാ. അങ്ങനെ സമ്പൂർണ്ണ നിരാശനായി കട്ടിലിൽ കിടന്ന അജോക്കുട്ടന്റെ മുന്നിലേക്ക് പ്രിയ സഹോദരി മാലാഖമാരോടൊപ്പം വന്ന് സമാധാനിപ്പിക്കുകയും പുണ്യാളന്റെ രൂപത്തിന് പിന്നിലായി ഭാഗ്യത്തെ കരുതി വെക്കുകയും ചെയ്തു. 25ന്റെ സെറ്റിലെ 5 സെയിം ലോട്ടറി ടിക്കറ്റുകൾ, I5 25, 25,000 രൂപ അപ്പോൾ തന്നെ. പുണ്യാളൻ കൊടുത്ത സന്തോഷം തങ്കനെ തെല്ലൊന്നുമല്ല പരവശനാക്കിയത്. കിട്ടിയൊരു വെള്ളമുണ്ടെടുത്തുകൊടുത്ത് തങ്കൻ പള്ളിയിലോട്ട് പാഞ്ഞു. അടുത്ത കൊല്ലത്തെ പെരുന്നാളങ്ങേറ്റു. പിന്നെ നല്ലൊരു പൂവൻകോഴിയെ ലേലത്തിനും പിടിച്ചു. അജോക്കുട്ടന് കോളടിച്ചു. ഇന്ന് ചക്കപ്പുഴുക്കും കോഴിക്കറിയും, നാളെ രാവിലെ പിടിയും കോഴിയും. തീറുഗാനം. വെള്ളക്കുതിരമേൽ നാടിന് കാവൽ നിൽക്കണ പുണ്യാള, നാടിൻ്റെ കൂടുതൽ കഥകൾ പറയാൻ ഞങ്ങളുടെ കൂടെ നിന്നേക്കണേ.